Hello. Welcome back to the third video in the series where we are discussing the text Litmosphere. So, in this chapter, we're going to discuss the Memoirs of a Madman. Now, this is a prose piece. We studied a short story, a poem. Now, we are going to move on to a prose piece, which is taken from an autobiography. So, this is going to be fun. And yeah, let's get right into it. In this prose piece, as I said earlier, it is taken from an autobiography written by Gustav Flaubert. അപ്പോൾ അദ്ദേഹം വളരെ ചെറിയ കാലത്താണ്, അതായത് ഒരുപാട് വയസ്സൊന്നുമില്ല, 10-18 വയസ്സായ സമയത്താണ് അദ്ദേഹം ഇത് എഴുതുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടു ബി എക്സാക്ട്, ചാപ്റ്റർ 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഫ്ലൂബർട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടെക്സ്റ്റ്. So you might have heard about him already. He is an influential French writer of 19th century, and he has written novels, short stories, plays and everything. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് മോസ്റ്റ്ലി കാണാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് റിയലിസ്റ്റിക് ഡിപ്പിക്ഷൻ ഓഫ് 19th century ബ്യൂറോക്രസി ലൈഫ് ഓഫ് ഫ്രാൻസിലെ ഒരു മിഡിൽ ടു ഹയർ ക്ലാസ് ഒക്കെ ആ ഒരു ക്ലാസ്സിലുള്ള ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഫാമിലീസ്, അവരുടെ ലൈഫ്സ്, കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുക. എസ്പെഷ്യലി നിങ്ങളൊക്കെ ഈ വായിച്ചിട്ടോ അല്ലെങ്കിൽ മൂവിയൊക്കെ കണ്ടിട്ടുണ്ടാവും. മഡം ബോവറി ഒക്കെ ഈ ഒരു ക്ലാസ്സിനെയാണ് അദ്ദേഹം കൂടുതൽ സെറ്റിങ്സ് എടുക്കുന്നത്. And then his works are famous for their stylistic precision, psychological awareness, deep research and intricate narrative. ഒരുപാട് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഇന്നർമോസ്റ്റ് ഫീലിങ്സൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ക്യാരക്ടറിൽ ഇങ്ങനെ ഫീൽ ചെയ്യും. ആ രീതിയിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ശീലം. And as I said earlier, Madame Bovary is one of his masterpieces. I would say the most famous work by Flaubert. And there are other works too, like Memoirs of Madman, November, Salambo, Sentimental Education, etc. ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഇതിൽ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന മെമ്മേഴ്സ് ഓഫ് മാഡ്മാൻ എന്ന് പറയുന്ന ആ ഒരു വർക്ക്, അതിൻ്റെ ശരിക്കുള്ള പേരെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ ഫ്രഞ്ച് ടൈറ്റിൽ ഇസ് മെമ്മോർ ഡോൺ ഫോ എന്നാണ്. അതിൻ്റെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റഡ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റഡ് വർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഹി വാസ് 16 when he wrote this work. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ ചെറുതായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു വർക്ക് വായിക്കുമ്പം ഇതിൻ്റെ ഒരു ക്യാരക്ടർ ഡെപ്പിക്ഷൻ, ഇതിൻ്റെ ഒരു ഡെപ്ത്ത്, ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എഴുതിയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു 30+ ആയിട്ടുള്ള ആളാണെന്ന് തോന്നും. ബട്ട് ഇൻ റിയാലിറ്റി ഹി വാസ് ജസ്റ്റ് 16 when he wrote this book. And also the book it goes in a first person narrative. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അധികം യൂസ് ചെയ്യാത്തൊരു നറേറ്റീവാണ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്. ഹി ടോക്സ് അബൌട്ട് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു വർക്കാണിത്. ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ 1 ഓഫ് മെമ്പേഴ്സ് ഓഫ് മാഡ്മാൻ, വിച്ച് ഈസ് ട്രാൻസ്ലേറ്റഡ് ബൈ ആൻഡ്രൂ ബ്രൗൺ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടെക്സ്റ്റിൻ്റെ ഇൻട്രിക്കസീസിലോട്ട് പോകുന്നതിന് മുമ്പ് ടെക്സ്റ്റിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ള ഒരു ഔട്ട്ലൈനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ what is in the text? ചുരുക്കി പറയുകയാണെങ്കിൽ എന്താ ടെക്സ്റ്റിലുള്ളത് എന്നുള്ളത്. So, Memoirs of Madman alternate between the narrator's musings on the present and his memories of the past. അപ്പോൾ ഇതൊരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബുക്കൊന്നുമല്ല. ഇപ്പം നമ്മളൊരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് ഇറ്റ് സ്റ്റാർട്ട്സ് സംവെയർ, റൈറ്റ്? ആൻഡ് ദെൻ ഒരു കഥ അതിനുള്ളിൽ നടക്കുന്നു, പ്രശ്നങ്ങൾ വരുന്നു, നായികയെ കണ്ടുമുട്ടുന്നു, നായികയും നായകനും കണ്ടുമുട്ടുന്നു. സോ ഇറ്റ്സ് വെരി ലീനിയർ പ്ലോട്ടായിട്ടാണ് സാധാരണ ഒരു നോവലൊക്കെ പോകുന്നത്. പക്ഷേ ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത ഇതിനങ്ങനെ ഒരു തുടക്കമോ അവസാനമൊന്നുമില്ല എന്നുള്ളതാണ്. ഇതിങ്ങനെ അവിടെ ഇവിടെയുമുള്ള കുറേ മെമ്മറീസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് പറയുന്നുണ്ട്, പ്രസൻറ്റ് പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്.
in the sections that deal with the present, the narrator takes a bleak outlook in life, discussing writing, sanity and death. അദ്ദേഹം ഡെത്തിനെ കുറിച്ച് അദ്ദേഹം ആസ് എൻ ഓതർ അദ്ദേഹം അല്ലെങ്കിൽ ഓതർ അല്ലെങ്കിൽ റൈറ്റർ അദ്ദേഹം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, സാനിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി ഫിലോസഫിക്കൽ. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഫിലോസഫിക്കൽ ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി ഫണി ഇഫ് യു ആസ്ക് മീ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ അവിടെ ഇവിടെയും കോട്ട് ചെയ്ത പോലെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇൻ ഓർഡർ ടു ഗിവ് യു എ സമ്മറി ഓഫ് ദി എൻറ്റയർ ടെക്സ്റ്റ്. ഫസ്റ്റ് ചാപ്റ്റർ മാത്രം ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് അത്ര വലിയതൊന്നുമില്ല. ടെക്സ്റ്റിൽ ഒരു 2 പേജോളം വരുന്ന ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ വെൻ ദ ടെക്സ്റ്റ് starts with this: "To you, my dear Alfred, these pages are dedicated as the gifts." So the book and the entire text is a dedicated text, and it is dedicated to Alfred, one of his friends. ആ ഒരു ചാപ്റ്റർ വന്ന് തുടങ്ങുന്നത് ഈ ഒരു ഡെഡിക്കേഷനിലൂടെയാണ്. ആൻഡ് ആ ഡെഡിക്കേഷനിൽ അദ്ദേഹം പറയുന്നുണ്ട്, റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് എ മാഡ്മാൻ ഹു റോട്ട് ദീസ് പേജസ്, ആൻഡ് in these words it might feel like these are words that are in excess of the feelings they express. It is because in other places they have sagged beneath the weight of emotion. വളരെയധികം ഫിലോസഫിക്കലായിട്ട് പോയറ്റിക്കലായിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് നീ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഫ്രണ്ടിനോട് പറയാണ്, നീ ഈ ബുക്ക് വായിക്കുന്ന സമയത്ത് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഒരു മാഡ് മാനാണ്. അതായത് ഒരു സാനിറ്റി ഉള്ള ആളല്ല ഇത് എഴുതിയിരിക്കുന്നത്, ഇൻസെയിൻ ആയ ഒരാളാണ്, മാഡ് മാൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാന്തനെ എഴുതിയ ബുക്കിൽ നമ്മൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ എന്തെങ്കിലും ലോജിക്ക് എക്സ്പെക്റ്റ് ചെയ്യണോ? എന്തെങ്കിലും കൊഹിറൻസി എക്സ്പെക്റ്റ് ചെയ്യണോ? പ്ലോട്ട് എക്സ്പെക്റ്റ് ചെയ്യണോ? ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ, കാരണം ആൾ ഭ്രാന്തനാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ നീ ഇത് വായിക്കാൻ പാടുള്ളൂ. ചില സ്ഥലത്ത് ഫീലിങ്സ് ഇല്ലാത്ത പോലെ തോന്നാം, ചില സമയത്ത് ഭയങ്കര എക്സസീവ് ഇമോഷൻസ് ഉള്ള പോലെ തോന്നാം, ചില സമയത്ത് ലോജിക്കലായി തോന്നാം, ചില സമയത്ത് ഇല്ലോജിക്കലായി തോന്നാം. ഇറ്റ് ജസ്റ്റ് ഗോസ് ഓൺ, ഇറ്റ് ഓൾട്ടർനേറ്റ്സ് ബിറ്റ്വീൻ സാനിറ്റി, ഇൻസാനിറ്റി. അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതി വെച്ചതാണ്. അപ്പോൾ വായിക്കുന്ന ആൾക്കാരും ആ ബോധത്തിൽ ഇത് വായിച്ചാൽ മതി, സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആ ഒരു ഡെഡിക്കേഷൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് അദ്ദേഹം റീഡേഴ്സിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് റീഡേഴ്സിൻ്റെ അടുത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, ഇറ്റ് സ്റ്റാർട്സ് വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ, വൈ റൈറ്റ് ദീസ് പേജസ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഞാൻ എന്തിനാണ് ഇത് എഴുതുന്നത്? വാട്ട് ആർ ദേ ഗുഡ് ഫോർ? വാട്ട് ഡു ഐ മൈസെൽഫ് നോ അബൌട്ട് ദിസ് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ എഴുതാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് എനിക്കെന്താ അറിയാം? ഞാൻ എന്തിനാണ് ഇത് എഴുതുന്നത്? ഇത് എഴുതിയിട്ട് എന്താ ഒരു കാര്യമല്ലേ? എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ഇതിനുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് തുടങ്ങുക. അതായത് സാധാരണഗതിയിൽ നമ്മളൊരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബോധം ഉണ്ടാവുമല്ലോ, ഓക്കെ ഇന്ന കാര്യത്തിനാണ് ഞാൻ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇവിടെ ഓതർക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ഐഡിയ ഒന്നുമില്ല. ഓതർ എന്തോ തോന്നിയൊരു കാര്യം ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ ലോജിക്കലി എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളൊരു റീസൺ ഓതർക്ക് തന്നെ വലിയൊരു ഐഡിയ ഇല്ല. ആൻഡ് ഹി സേസ്, അതിനദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഫൂളിഷ് ഇനഫ് ഇൻ മൈ വ്യൂ ടു ഗോ അറൗണ്ട് ആസ്കിങ് പീപ്പിൾ ദ റീസൺ ഫോർ ദ ആക്ഷൻസ് ആൻഡ് ദ തിങ്സ് ദേ റൈറ്റ്. ഒരാൾ എഴുതുന്നത് എന്തിനാണെന്നോ അല്ലെങ്കിൽ ഒരാളൊരു കാര്യം ചെയ്യുന്നത് എന്തിനാണെന്നോ എന്നുള്ളതിൻ്റെ റീസണൊക്കെ ചോദിക്കുന്നത് വളരെ ഫൂളിഷാണ്. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരു വിമ്മിൽ അങ്ങ് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ കിട്ടുമ്പോൾ വിൽ ഡു തിങ്സ്. പിന്നെ എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ എന്താ ഉത്തരം എന്നാണ് അയാൾ ചോദിക്കുന്നത്. ആൻഡ് ദെൻ അതേ സാധനം അയാൾ റീഡേഴ്സിൻ്റെ അടുത്തോട്ട് തിരിച്ചിട്ട് ചോദിക്കാനും, ഡു യു യുവർസെൽഫ് നോ വൈ യു ഹാവ് ഓപ്പൺഡ് ദ റെസ്റ്റ് പേജസ് ആർ ദ ഹാൻഡ്സ് ഓഫ് എ മാഡ്മാൻ ഈസ് ഗോയിങ് ടു റൈറ്റ്? നിങ്ങളെ കാര്യം ഒന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞു ഞാനൊരു പ്രാന്തനാണെന്ന്, ഒരു പ്രാന്തൻ എഴുതുന്ന സാധനമാണിതെന്ന്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പ്രാന്തൻ എഴുതിയിട്ടുള്ള ഈ വൃത്തികെട്ട പുസ്തകം എടുത്ത് നിങ്ങൾ തുറന്ന് നോക്കിയില്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് മാത്രമല്ല ഇവിടെ പ്രശ്നം, നിങ്ങൾക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സോ a madman, just think about it, you're going to read a book that is written by a madman, not a sane man. That is a madman that inspires horror. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് റീഡറിൻ്റെ അടുത്ത്, ആൻഡ് വാട്ട് ആർ യു മൈ ഡിയർ റീഡർ, ഇൻ വിച്ച് കാറ്റഗറി ഡു യു പ്ലേസ് യുവർ സെൽഫ്, ദാറ്റ് ഓഫ് എ ഫൂൾ ഓർ ദാറ്റ് ഓഫ് എ മാഡ്? നിങ്ങളും എന്നെപ്പോലെ മാഡായിട്ടുള്ള ആളാണോ അതോ നിങ്ങൾ ഫൂളായിട്ടുള്ള ആളാണോ? നിങ്ങൾ എന്ത് തരം ആൾക്കാരാണെന്ന് അയാൾ ചോദിക്കണം. അയാളുടെ കാര്യം അയാൾ ആദ്യം തന്നെ തുറന്നു പറഞ്ഞു തരാം, ഐ എം എ മാഡ് മാൻ.
എൻ്റെ അടുത്തൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, ഐ എം എ മാഡ്മാൻ, എനിക്ക് ഭ്രാന്താണ് ഹേ എന്ന് അയാൾ ആദ്യം പറഞ്ഞു. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അവസ്ഥ എന്താ, നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾക്ക് ഭ്രാന്തായിരിക്കാനും സാധ്യതയുണ്ട്, കാരണം ഞാൻ എഴുതിയിട്ടുള്ള സാധനം നിങ്ങൾ വായിക്കുന്നില്ലേ എന്നയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, എന്താണ് ഈ ബുക്കിൻ്റെ ഉള്ളിലുള്ള ഒരു തീം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ ബുക്ക് എന്തല്ല എന്നാണ് പറയുന്നത്. ദിസ് ഈസ് neither instructive nor amusing, neither chemical nor philosophical, and just goes on like that. അദ്ദേഹം പറയുന്നത്, ഈ ബുക്ക് ഞാൻ ഈ എഴുതാൻ പോകുന്ന ഈ സാധനം ഇതിനോടൊന്നും പഠിക്കാനൊന്നുമില്ല, ഇറ്റ് ഈസ് നോട്ട് ഇൻസ്ട്രക്റ്റീവ്, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫണ്ണിന് വേണ്ടിയിട്ടും ഒന്നും വെച്ചിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അമ്യൂസീവ് ഇത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഉള്ളിൽ കെമിക്കലായിട്ടുള്ള ഒരു സാധനത്തിനെ കുറിച്ചും പറയുന്നില്ല, ഫിലോസഫിക്കലായിട്ടുള്ള സാധനത്തിനെ കുറിച്ച് പറയുന്നില്ല, ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ നെയ്തർ ഗോഡ് നോർ ഓഫ് ദി ഡെവിൾ, ഒരു സാധനത്തിനെ കുറിച്ച് ഇതിൽ പറയുന്നില്ല, ദൈവത്തിനെ കുറിച്ച് പറയുന്നില്ല, ഡെവിളിനെ കുറിച്ച് പറയുന്നില്ല. സോ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം ഇതിൻ്റെ ഉള്ളിൽ പറയുന്നില്ല. ഇതിലാകെ പറയുന്നതാണ് ബട്ട് ടോക്സ് അബൌട്ട് Madman, by which I mean the world, the great idiot that has been rotating for so many centuries in space without moving forward a single step. ഇതിൻ്റെ ഉള്ളിൽ പറയുന്നത് ഒരു പ്രാന്തനായിട്ടുള്ള ആൾ എഴുതിയിട്ടുള്ള സാധനമാണ്. അതും എവിടെയാണ് നിൽക്കുന്നത്? വേൾഡിൻ്റെ ഉള്ളിൽ ആണ് നിൽക്കുന്നത്. വേൾഡിൻ്റെ അവസ്ഥ എന്താ? കുറേ കാലമായിട്ട് ഇങ്ങനെ ആൾ കടന്ന് കറങ്ങുന്നുണ്ട്, പക്ഷേ സെഞ്ച്വറീസായിട്ട് സ്പേസിൽ കടന്ന് കറങ്ങുന്നുണ്ട്, പക്ഷേ ഒരു സിംഗിൾ സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാൻ ഭൂമിനെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഭൂമി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്, പക്ഷേ ആ നിൽക്കുന്ന ആ ഒരു ആ ഒരു ഓർബിറ്റിൽ നിന്ന് മാറുന്നില്ലല്ലോ, അതാണ് പറയുന്നത്. അതുപോലെയാണ് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്, വട്ടനായിട്ട് ഇങ്ങനെ അവിടേക്കും ഇവിടേക്കും പോകുന്നു, കിടന്ന് കറങ്ങുന്നു, അത്രയേ ഉള്ളൂ, ഉള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. Also he says, I don't know any more than what you are about to read, for this is not a novel or a drama with a fixed plan nor a single premeditated idea. So അദ്ദേഹം ആദ്യം തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, നിങ്ങൾ എന്താ വായിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ, ബിക്കോസ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ബുക്ക് കാണുകയാണല്ലോ. അതേപോലെ തന്നെയാണ് ഞാനും, എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതലായിട്ടൊന്നും എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാനങ്ങ് ഒരു വിമ്മിൽ എഴുതുന്നു, നിങ്ങളതിരുന്ന് വായിക്കുന്നു, അങ്ങനെ മാത്രം. അപ്പോൾ ഒരു ഭ്രാന്തൻ മറ്റൊരു ഭ്രാന്തനോട് സംസാരിക്കുന്ന പോലെ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓൾസോ ഒരു പ്രീമെഡിറ്റേറ്റഡ് ഐഡിയ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് എഴുതാൻ ഇതൊരു നോവലോ ഡ്രാമയോ ഒന്നും അല്ലല്ലോ. കാരണം ഒരു നോവലൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് പ്ലാനൊക്കെ ചെയ്യേണ്ടി വരും, ബിക്കോസ് ഇറ്റ് നീഡ്സ് ടു ഹാവ് എ പ്ലോട്ട്, നീഡ്സ് ടു ഹാവ് എ സ്റ്റാർട്ട് ആൻഡ് സെൻസിബിൾ ആയിരിക്കണം ഒക്കെ നിർബന്ധമാണ്. അപ്പോൾ അതിന് ഒരുപാട് ആലോചിക്കേണ്ടി വരും. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല, ഇതെനിക്ക് തോന്നിയത് ഞാനിങ്ങനെ വെറുതെ എഴുതി വെക്കുന്നു, അത്രയേ ഉള്ളൂ. Also, but I'm going to put down on paper everything that springs to mind, my ideas with my memories, and it goes on, everything which passes through my thoughts and my soul. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിൽ എന്തെല്ലാം വരാൻ പോകുന്നുണ്ടോ, വാട്ട് എവർ സ്പ്രിങ്സ് ടു മൈ മൈൻഡ്, ഇറ്റ്സ് നോട്ട് ഈവൻ എ തോട്ട്, ഓക്കെ, ഇറ്റ് ജസ്റ്റ് സ്പ്രിങ്സ് ടു മൈ മൈൻഡ്. എൻ്റെ മൈൻഡിലേക്ക് എന്തെങ്കിലും ഓടി വരുന്നുണ്ടോ അതിനെല്ലാം ഞാൻ പിടിച്ചിട്ട് പേപ്പറിൽ എഴുതാൻ പോവാണ്. എൻ്റെ ഐഡിയാസ്, എൻ്റെ മെമ്മറീസ്, എൻ്റെ കണ്ണീര്, എൻ്റെ ചിരി, എൻ്റെ തോട്ട്സ്, അങ്ങനെ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ വരുന്നത്, എൻ്റെ സോളിലും എൻ്റെ ചിന്തകളിലും എൻ്റെ മൈൻഡിലും വരുന്ന എല്ലാം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിരത്തി എഴുതാൻ പോവാണ്. And yet it oppresses me to think that I'll be flattening the tips of a whole packet of pens, that I'll be using up a bottle of ink, that I'll be boring the readers and boring myself. പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. It oppresses me to think about it, because ഞാനിത് എഴുതുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേനയുടെ നിബ്ബ് കളയാൻ പോകുന്നുണ്ട്, ബിക്കോസ് എഴുത്തിൻ്റെ അറ്റം കൊണ്ട് കൂത്തിയിരുന്ന് എഴുതുകയാണല്ലോ. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് ബോട്ടിൽസ് ഓഫ് ഇങ്ക് ഞാൻ കളയാൻ പോകുന്നുണ്ട്, ഒരുപാട് എഴുതി അങ്ങനെ കുറേ ഇങ്കും നശിപ്പിച്ച് കുറേ പേനയൊക്കെ നശിപ്പിച്ച് ഞാൻ എഴുതി ഉണ്ടാക്കുന്ന ഈ സാധനം വായിക്കുമ്പോൾ റീഡേഴ്സും ബോറടിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു ഞാനും ബോറടിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ബോറിങ് പ്രൊജക്റ്റായിട്ട് ഇത് മാറിപ്പോവോ എന്നുള്ളൊരു പേടി, ആ ഒരു ഒപ്രസീവ് ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഒപ്രസീവ്, ഇറ്റ്സ് എ ഡിപ്രസീവ് തോട്ട് ടു ഹാവ്. നമ്മൾ എഴുതാൻ ഇരിക്കുമ്പോൾ തന്നെ ഇതൊരു ബോറിങ് പരിപാടിയായി പോവോ എന്നുള്ള ആ ഒരു സെൽഫ് ഡൗട്ട് അയാൾക്ക് അവിടെ ഉണ്ട്, അത് അയാൾ അവിടെ പങ്കുവെക്കുന്നുണ്ട്. സോ പിന്നെ അദ്ദേഹം എന്താണ് ഈ ബുക്ക് മൊത്തത്തിൽ എന്നുള്ള പറയുന്നത്, ഇറ്റ് ഈസ് വൺ പെർപച്വൽ ജോക്ക് ഫ്രം ബിഗിനിങ് ടു എൻഡ്, ആൻഡ് ദ മെറി ഫോക്ക് ഹു എൻജോയ് എ ഗുഡ് ലവ് വിൽ ബൈ ദി എൻഡ് ബി ഏബിൾ ടു ലവ് അറ്റ് ദ ഓതർ ആൻഡ് അറ്റ് ദംസെൽവ്സ്. അദ്ദേഹം പറയുന്നത് ഈ ഒരു
മൊത്തം ബുക്ക്, നീണ്ട് പരന്ന് കിടക്കുന്ന ഈ ബുക്ക്, ഇതൊരു വൺ ലോങ് പെർപ്പച്വൽ ജോക്കാണ്. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, തുടക്കം മുതൽ അവസാനം വരെ ഇതൊരു ജോക്കാണ്. അപ്പോൾ ഈ ജോക്ക് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം വളരെയധികം എന്താ പറയുക, കോമഡിയൊക്കെ ഇഷ്ടമുള്ള ഒരു മെറി കൈൻഡ് ഓഫ് ഫോക്കാണ് നിങ്ങളെങ്കിൽ, ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതൊരു പൊട്ടനാണല്ലോ എഴുതിയത് എന്ന് ആലോചിച്ചിട്ട് ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ആലോചിച്ചെങ്കിലും ചിരിക്കും. അതായത് ഈ പൊട്ടനെ എഴുതിയത് വായിക്കാൻ എനിക്ക് വട്ടാണോ എന്ന് ചിന്തിച്ച് ഒന്നുകിൽ നിങ്ങളാലോചിച്ച് ചിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വണ്ടത്തിൽ ആലോചിച്ച് ചിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ചിരിക്കാനുള്ള വക ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്നാണ് അയാൾ പറയുന്നത്. And also, you will see how necessary it is to believe in a plan governing the universe, in the moral duties of mankind, in virtue and philanthropy, a word that I feel like writing on my boots. അങ്ങനെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊരു സെൻട്രൽ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഉദ്ദേശമോ ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു എയിമോ ഒന്നുമില്ല. അത് കാണുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും ജീവിതത്തിലൊരു പ്ലാനൊക്കെ വേണം, അല്ലെങ്കിൽ ജീവിതത്തിന് മൊത്തത്തിൽ ഒരു ബൈൻഡിങ് ആയിട്ടുള്ള തീമോ ഐഡിയ ഒക്കെ വേണമെന്ന് നിങ്ങൾ വിചാരിക്കും. അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ മോറൽ ഡ്യൂട്ടീസ്, വെർച്യൂ, ഫിലാന്ത്രപ്പി അങ്ങനെയുള്ള കോൺസെപ്റ്റുകളോടൊക്കെ നിങ്ങൾക്കൊരു വല്ലാത്ത ഇഷ്ടം വരും. കാരണം അതൊന്നും ഈ ബുക്കിലില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ബുക്ക് വായിക്കുന്ന സമയത്ത് you will start recognizing the worth of these ideas. ഇതൊക്കെ എനിക്ക് ഇനി പുതുതായിട്ടൊരു ബൂട്ട്സ് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അതിന്മേ വരെ ഞാനിത് എഴുതി വെക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇത് വായിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കോൺസെപ്റ്റുകളോടൊക്കെ നിങ്ങൾ കൂടുതൽ റെസ്പെക്റ്റ് കാണിക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. It would be wrong to see in this anything other than the recreations of Madman. പിന്നെയും അതേ കാര്യം തന്നെ അദ്ദേഹം റീഇൻസ്റ്റേറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഇതുവരെ ഞാൻ പറഞ്ഞു, പിന്നെയും ഞാൻ പറയാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രാന്തൻ്റെ ജൽപ്പനങ്ങളല്ലാതെ ഇതിനുള്ളിൽ എന്തെങ്കിലും ആവശ്യമുള്ളത് തിരയാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇപ്പം തന്നെ പൊക്കോളൂ ചാച്ച. കാരണം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്നും വരാൻ പോകുന്നില്ല. Because it is written by a madman, which is me. And then he asks, and you, reader, perhaps you have just got married or paid a few debts. നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കണക്കുകളൊക്കെ തീർത്ത് നിങ്ങളുടെ കടങ്ങളൊക്കെ അടച്ച് നിങ്ങളിങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണോ? അപ്പോൾ ഇങ്ങനെ എന്നാൽ പിന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ബുക്ക് വായിച്ച് കളയാം, നന്നായി കളയാം എന്ന് വിചാരിച്ച് നിങ്ങൾ വന്നിരിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? എൻ്റെ അവസ്ഥ എനിക്ക് ഭ്രാന്താണ്, ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നയാൾ റീഡേഴ്സിനോട് ചോദിക്കാം. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ചാപ്റ്റർ 1 എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ 1 എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് സെറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ തുടർന്ന് വരുന്ന ഫോളോയിങ് പേജസ് അല്ലെങ്കിൽ ഫോളോയിങ് ചാപ്റ്റേഴ്സ് ഓഫ് ദി ടെക്സ്റ്റ്. അപ്പം ഈ ഒരു ഭാഗത്ത് അദ്ദേഹം എനിക്ക് ഭ്രാന്താണ്, ഞാൻ എന്തൊക്കെയോ എഴുതാണ്, ഇതൊക്കെ വായിക്കാൻ നിങ്ങൾക്കും ഭ്രാന്താണോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ആണ് അദ്ദേഹം ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കോമിക്കായിട്ട് ഫണ്ണിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതേപോലെ തന്നെ ഈ ബുക്ക് മുഴുവനായിട്ടും ഈ ഒരു ഫണ്ണി ടോണിൽ തന്നെയാണ് പോകുന്നത്. അറ്റ് ദ സെയിം ടൈം കുറച്ച് വളരെയധികം ഫിലോസഫിക്കലാണ്. നമ്മൾ ഈ ജീവിതത്തിന് ഒരുപാട് അർത്ഥമുണ്ട് ആ ഒരു ലെവലിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബുക്ക് വായിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ഇയാളുടെ ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനം പോലെയുള്ള അയാളുടെ ബുക്ക് അതുപോലെ നിങ്ങൾ ലൈഫിനെ എടുക്കുന്ന വളരെ ഫ്രീ ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള മെറി ആയിട്ടുള്ള ടൈപ്പ് ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെയുള്ള ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓദറിനോട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓദറെ പോലെ നിങ്ങളൊരു ഭ്രാന്തനായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കുറച്ച് ചിരിക്കും. അത്രയാണ് ഈ ഒരു ബുക്കിൻ്റെ ഉദ്ദേശമായിട്ട് അദ്ദേഹം കരുതുന്നത്. ഓക്കെ, സോ that's all about the chapter Memoirs of a Madman. I hope you're okay with whatever you heard right there. So if you have any doubts on this chapter, do comment under this video. We'll make sure to look into it. And yeah, that would be all for today. See you in the next video.